ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ പ്രണയബന്ധം എങ്ങനെ പോകണമെന്ന് ഈ വ്യക്തി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഈ പേഴ്സന്റെ മനോഭാവം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളായിട്ട് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആ സിറ്റുവേഷനെ മറികടക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ എന്നിങ്ങനെയുള്ള ഒരു കറണ്ട് എനർജി അപ്ഡേഷൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്? ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പോകണമെന്ന് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ടോ? ഇതൊക്കെയാണ് കറണ്ട് ഫീലിങ്സ്. ഇതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഷീൽഡ് ഓൾ സ്കിന്നാണ്. അതായത് സത്യം പറഞ്ഞാൽ പാമ്പ് പടം പൊഴിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? ആ സ്കിൻ എപ്പോഴും ഷട്ട് ഡൗൺ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വരാൻ വേണ്ടിയിട്ടും ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല സർപ്പദൈവങ്ങളുടെ അനുഗ്രഹവും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ എന്ത് തന്നെ വന്നാലും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുവാനും കഴിഞ്ഞുപോയ അസ്വസ്ഥതപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുകയും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയും ഫ്രസ്ട്രേറ്റഡ് ആക്കുകയും ചെയ്തിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അതൊക്കെ ജീവിതത്തിൽ നിന്നും കളയാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ പിടിച്ചു വെക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, ആ ഒരു ലെവലിലേക്ക് പോകാതെ ഈ പേഴ്സൺ പരിപൂർണമായിട്ടും പഴയ കാര്യങ്ങൾ മുഴുവനും റിലീസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് തൻ്റെ ജീവിതമായിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രണയ ജീവിതമായിക്കോട്ടെ, ദാമ്പത്യ ജീവിതം, കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാണെങ്കിൽ പോലും അവിടെ പഴയ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവിടെ ഒരു പുതിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ചിന്ത, മനസ്സിലായോ? അതുണ്ടാകണമെങ്കിൽ ചില്ലറയായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു എനർജി വരത്തില്ല. ഉറപ്പായിട്ടും ആ വീണിടം അല്ലെങ്കിൽ വീണ് പോയ സ്ഥലത്ത് അവിടെ തന്നെ വീണ് കിടക്കാതെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഈ പേഴ്സൺ എപ്പോഴും അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി വാസ് ദ സോളിറ്റ്യൂഡ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇല്ലാണ്ടായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയിലേക്ക് വേറെ കണക്ഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. മേ ബി ഒരുപാട് വന്നിട്ടുണ്ടാകാം, ഇപ്പൊ കണക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാകാം, പക്ഷെ അതിലേക്കൊന്നും പോകാതെ, ആ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകാതെ, വഴിമാറി പോകാതെ, വേറൊരു എനർജിയിലേക്ക് പോകാതെ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ സോളിന് വേറെ ആൾക്കാരുടെ സോളായിട്ട് അല്ലെങ്കിൽ വേറൊരു സോളായിട്ട് ഈ വ്യക്തിക്ക് ചേരാൻ പറ്റുന്നില്ല, കണക്ട് ആകാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് നമ്മൾക്ക് തന്നെ അറിയാം, ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ ആളെ സ്നേഹിക്കുന്ന ഒരു രീതി നമുക്കറിയാം, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സോളിറ്റ്യൂഡാണ്. അതായത് ഒറ്റപ്പെട്ടിട്ടുള്ള ആ ഒരു ജീവിതം അത് മതി. ഓക്കെ, അത് മതി. കാരണം ഓക്കെ, എൻ്റെ സോളിന് അത് മതി, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, എനിക്ക് വേറൊരു സോള് പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ മാത്രം മതി, ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ അത് തീർത്തും ഇവിടെ എടുത്തു പറയേണ്ട ഒരു എനർജി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ
ഓൾസോ വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് ആണ്. ലാസ്റ്റ് ക്വാർട്ടർ ചന്ദ്രന്റെ അവസാന പാദമാണ്, തീയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ദ ഏരീസ് എനർജി ഈസ് മോർ ഹിയർ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക, ഈ പേഴ്സന്റെ ഫീലിങ്സിനാണ് പലപ്പോഴും ഇനി അങ്ങോട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് പോകുന്നത്. കാരണം പലപ്പോഴും ചിലപ്പോൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്കൊത്തായിരിക്കാം ഈ പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സ്വഭാവം ഒന്നും ചിലപ്പോൾ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കാനോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കാനും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സന്റെ ഇല്ലായ്മകൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, അതെന്താണെന്ന് മനസ്സിലാക്കുവാനും ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒന്നും പ്രാധാന്യം ഒരുപക്ഷെ കൊടുത്തിട്ടില്ലായിരിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ എന്താ പറയുക സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം അടക്കി പിടിച്ച് വെച്ചുകൊണ്ട് വളരെയധികം ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അത്തരം ചിന്താഗതികൾ സ്വഭാവ രീതികളൊക്കെ ഈ പേഴ്സൺ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്വന്തം തീരുമാനങ്ങൾ എന്താണോ ഇഷ്ടങ്ങൾ എന്താണോ അതിനാണ് ഇനി മുതൽ ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ദ റിവർ വുമൺ ആണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സ് പറയുന്നത് ലേഡീസിനാണ് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പുരുഷന്മാര് ചീത്തയാണ് കൊള്ളില്ല എന്നല്ല, പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ആ ഒരു വളരെയധികം മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഒരു നമ്മൾ പറയില്ല ഭയങ്കര ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് സ്നേഹം വരും, അറ്റാച്ച്മെന്റ് വരും, ആരാധന വരും, അങ്ങനെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. ചിലപ്പോൾ പെട്ടെന്ന് ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പൊ സ്ത്രീകള് ഈ ഒരു ലേഡീസിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പുരുഷന്മാരാണെങ്കിൽ പോലും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫെമിനൈൻ എനർജി ആയിരിക്കും നിലനിൽക്കുന്നത്. അപ്പൊ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം എക്സ്പ്രസീവ് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലപ്പോൾ പെട്ടെന്ന് കരയും, പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് കൂളാകും, അങ്ങനത്തെ ആൾക്കാരാണ്. ഒരു തുറന്ന പുസ്തകം, ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ ആണെങ്കിൽ പോലും ഫെമിനൈൻ എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. ലേഡീസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു വളരെയധികം പീക്കിൽ നിൽക്കുന്ന ഒരു ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ വരുന്ന ഒരു ഏഞ്ചൽ പറയുന്നത് സാറ്റ്കിയൽ ആണ്. കമ്പാഷൻ, ഫ്രീഡം ആൻഡ് ഫോർഗീവ്നെസ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്നും. ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അപ്പൊ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് പല സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമില്ലായ്മകൾ നമുക്കറിയാം. ഇപ്പൊ റിലീജിയസ് പരമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ട്, അതുപോലെ ചിലപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതകൾ വെച്ചിട്ടായിരിക്കാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കാം, ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കാം, ഏജ് ഡിഫറൻസസ് വെച്ചിട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും പല സിറ്റുവേഷൻസ് കാരണം അവിടെ സ്വാതന്ത്ര്യമില്ലാതെയായി പോകുന്നുണ്ട്. പ്രണയത്തിന് അവിടെ അതിർവരമ്പുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിന്റെ എനർജി എല്ലാം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതൊരു സമാധാനപ്പെടുത്താനും ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു കമ്പാഷൻ, യെസ് അത് തന്നെയാണ് അനുകമ്പ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ക്ഷമിക്കുക, പൊറുക്കുക, ആ ഒരു എനർജിയാണ് ഇവിടെ, അല്ലെങ്കിൽ അത്തരം എനർജീസ് നിൽക്കുന്ന അത്രയും ഒരു ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ തരുന്ന സാറ്റ്കിയൽ എന്ന് പറഞ്ഞ ഏഞ്ചലിന്റെ ഒരു സാന്നിധ്യമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ഈ പേഴ്സണോട് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുണ്ടാകാം, അത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ പേഴ്സന്റെ കാര്യം അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ ആണ്. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ എന്നാണ്. അപ്പൊ ഇവിടെ കാണാപ്പുറങ്ങൾ
ഒരുപാട് കിടക്കുന്നുണ്ട്, കാണാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർത്തും ഇവിടെ പറയുകയാണെങ്കിൽ ഒരു കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു യഥാർത്ഥ ഫീലിങ്സ് ആയിരിക്കാം. കാരണം നമുക്കിവിടെ ഒരു സ്കോർപിയോ എനർജിയാണ്, വാട്ടർ സൈൻ, ആൻഡ് ഓൾസോ അതും ഒരു മൂണിന്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് ക്വാർട്ടർ ആണ് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാപ്പുറങ്ങൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ഹിഡൻ എനർജീസ് ഇവിടെ മസ്റ്റ് ആയിട്ടും കിടക്കുന്നുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഇപ്പൊ പലപ്പോഴും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ആ ഒരു സ്നേഹം നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് കാണിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടാകാം, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല. അപ്പൊ ആ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എടുത്തടിച്ച പോലെ പറയേണ്ടി വന്നേക്കാം. അപ്പം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്ന കൂട്ടത്തിലായിരിക്കാം, പക്ഷെ ഈ പേഴ്സൺ അല്ലായിരിക്കാം. അപ്പൊ അവിടെ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ അത് എന്തൊക്കെയാണോ മറഞ്ഞു കിടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ സ്പിരിറ്റ് ഗൈഡ്സ് ഇസ് ഹിലാരിയൻ എനർജി, ഡിവൈൻ ഹീലിംഗ് ആണ്. ഹോണർ യുവർ സെൻസിറ്റിവിറ്റി, റിട്രീറ്റ് ടു ചാർജ് ആൻഡ് ഹീൽ, യുവർ ലൈറ്റ് ക്യാൻ സപ്പോർട്ട് അതേഴ്സ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കാനാണ് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ എനർജി എന്താണ്, വൈബ്രേഷൻസ് ഉയർത്തി തന്നെ വെക്കുക, ഒരിക്കലും താഴ്ത്തി കെട്ടരുത്. മനസ്സിലായോ? ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന് തകർന്നൊന്നും പോകാൻ പാടില്ല. എപ്പോഴും നിങ്ങളുടെ എനർജി ഒരു നല്ലൊരു എനർജിയിൽ നിൽക്കാനായിട്ട് നോക്കണം, ആക്റ്റീവായിട്ട് നിൽക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ അത് അത് ശരിയാവില്ല. ബിക്കോസ് നിങ്ങൾ അങ്ങനെ നിൽക്കണം, നിങ്ങൾ അങ്ങനെ നിൽക്കേണ്ട ഒരു ഓറ എനർജി ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് നോക്കാം. 24 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. പോലീസ് എനർജി, മൂലം നാള്, ലോയർ ആകാം, 21-ാം തീയതി, 1-ാം തീയതി, നമ്പർ 1, ഫെയർ സ്കിൻ, പോളണ്ട്, സ്ഥലം ലെറ്റർ M. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.